ഹലോ എവറിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ വീഡിയോ ആണ്. എന്തായാലും സീസൺ അവസാനിച്ചല്ലോ, പുതിയ സീസൺ വരാൻ പോവുകയാണല്ലോ. അപ്പോൾ ഈ പുതിയ സീസണിൽ ഏതൊക്കെ പ്ലെയേഴ്സ് നമ്മൾ വെക്കണം, ഏതൊക്കെ പ്ലെയേഴ്സ് നമ്മൾ സെല് ചെയ്യണോ എന്നുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. ഇത് എൻ്റെ അഭിപ്രായമാണ്. പക്ഷേ ഐ ആം 100% ഷുവർ, 100 ഇച്ചിരി കൂടിപ്പോയി, ഐ ആം 90% ഷുവർ നിങ്ങൾ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കും എന്ന്. അപ്പോൾ നമുക്ക് നേരെ പൊസിഷൻസിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഗോൾ കീപ്പർ ഡേവിഡ് റായ. നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റുമായിരിക്കും. ഡേവിഡ് റായനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഗോൾഡൻ ഗ്ലൗവ് വിന്നർ, നമ്മുടെ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലും വളരെ നല്ല പ്രകടനം. PSG എതിരെ ആയാലും ശരി, റിയൽ മാഡ്രിഡിനെതിരെ ആയാലും ശരി. ആ റിയൽ മാഡ്രിഡിനെതിരെയുള്ള ഫസ്റ്റ് ലെഗിലെ ഫസ്റ്റ് സേവ് എംബാപ്പയുടെ വളരെ ക്രൂഷ്യൽ സേവ് ആയിരുന്നു. സോ ഡേവിഡ് റായ 100% വി ആർ കീപ്പിംഗ്. ഇത് കീപ്പല്ലേ? അതെ, കീപ്പിംഗ് 100%. ഡേവിഡ് റായയുടെ പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ആ ഡിഫൻസും വളരെ നല്ലൊരു ഡിഫൻസീവ് പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ 13 പ്രീമിയർ ലീഗ് ക്ലീൻ ഷീറ്റ് കിട്ടാൻ ഒരു സഹായിച്ച ഒരു ഘടകം കൂടെ. പക്ഷേ എന്നാലും ഡേവിഡ് റായ വളരെ അത്യുഗ്രൻ പ്രകടനമാണ് നമുക്ക് വേണ്ടി ഈ സീസണിൽ കാഴ്ചവെച്ചത്. അതിന് യാതൊരു സംശയമില്ല. അങ്ങനെ വളരെ നല്ലൊരു സൈനിങ്ങിൽ നിന്ന് വളരെ മോശം സൈനിങ്ങിലേക്ക്, അതായത് എനിക്ക് തോന്നുന്നു ആർസണലിൻ്റെ ചരിത്രത്തിലേക്കും ഏറ്റവും മോശം സൈനിങ് ആണിത്. നിങ്ങൾക്ക് നെറ്റോനെ പറ്റി ആർക്കും അധികം അറിയത്തില്ലായിരിക്കും, ഞാൻ പറഞ്ഞുതരാം. റാംസ്ഡെലിനെ നമ്മൾ കഴിഞ്ഞ സീസണിൽ വിറ്റിട്ട് നെറ്റോനെ നമ്മൾ ബാക്കപ്പ് ഗോൾ കീപ്പറായിട്ട് മേടിച്ചപ്പോൾ നെറ്റോ ഒരു കപ്പ് ഗോൾ കീപ്പറായിട്ടാണ് നമ്മൾ സാധാരണ മേടിക്കുന്നത്. ബേസിക്കലി സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ റായക്ക് ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ ബാക്കപ്പ് ആയിട്ടോ ഇല്ലെങ്കിൽ കപ്പ് കോമ്പറ്റീഷനിൽ, അതായത് കാരബാവ് കപ്പ്, FA കപ്പ് എന്നീ കോമ്പറ്റീഷനിൽ കളിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാക്കപ്പ് ഗോൾ കീപ്പറിനെ നമ്മൾ സാധാരണ മേടിക്കുന്നത്. അത് ഇപ്പോൾ എല്ലാ ടീംസും അതുപോലൊക്കെ തന്നെയാണ്. ഇപ്പം ഈ ബാക്കപ്പ് ഗോൾ കീപ്പർ നല്ല പെർഫോമൻസ് ചെയ്യുവാണെങ്കിൽ ഓഫ് കോഴ്സ് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വരും. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റോനെ നമ്മൾ ബോൺമത്തിൽ നിന്ന് ലോണിൽ എടുക്കുമ്പോൾ, ഇതൊരു ലോൺ പ്ലെയറാണ്, മേടിക്കുമല്ല, ലോണിൽ എടുക്കുമ്പോൾ ബോൺമത്ത് ഓൾറെഡി കാരബാവ് കപ്പിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റൂളുണ്ട്, ബോൺമത്ത് ഓൾറെഡി കളിക്കുന്നുണ്ടെങ്കിൽ നെറ്റോയെ നമ്മൾ ആ ടീമിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ഈ പ്ലെയറിന് ഒരിക്കലും ആ കോമ്പറ്റീഷനിൽ കളിക്കാൻ പറ്റത്തില്ല. അങ്ങനൊരു റൂളുണ്ട്. അതുകൊണ്ട് ഈ പ്ലെയർ ഒരു കളി പോലും കപ്പ് കോമ്പറ്റീഷനിൽ കളിച്ചില്ല. എന്താ വണ്ടർഫുൾ സൈനിങ് അല്ലേ? $2.5 മില്യൺ ഈ പ്ലെയറിന് വേണ്ടി നമ്മൾ ചിലവാക്കിയത്. $2.5 മില്യൺ ഈ വർഷം നമ്മൾ ചിലവാക്കിയത് ഈ പ്ലെയറിന് വേണ്ടി. ലോണിന് നമ്മൾ എടുക്കുമ്പോൾ ലോണിൻ്റെ ഫുൾ എമൗണ്ട്, അതായത് ഈ പ്ലെയറിൻ്റെ ഫുള്ള് വേജ് ആർസണലാണ് കൊടുത്തത്. എന്ത് ബ്ലണ്ടർ സൈനിങ് ആണ് ഇത് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നു. കാരണം ഒരു സമ്മർ ഫുൾ ഉണ്ടായിരുന്നു നമുക്കൊരു നല്ലൊരു ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യാൻ. ജോയാൻ ഗാർസിയ റിയൽ സോഷ്യഡാഡിൻ്റെ അന്നും അവൈലബിൾ ആയിരുന്നു സൈൻ ചെയ്യാൻ. അത് സൈൻ ചെയ്യാതെ കപ്പ് ഗോൾ കീപ്പറിനെ, കപ്പ് ടൈഡ് ഗോൾ കീപ്പറിനെ ഓൾറെഡി കപ്പ് കോമ്പറ്റീഷനിലുള്ള ടീമിൽ നിന്ന് മേടിച്ചിരിക്കുന്നു. അതായത് കപ്പ് കോമ്പറ്റീഷനിൽ പിന്നെ കളിക്കാൻ പറ്റത്തില്ല. ആകെ ഒരു കളി എങ്ങാണ്ട് ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചിട്ടുണ്ട്, അതേ ഉള്ളൂ എൻ്റെ ഓർമ്മ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ച $50,000 കൊടുത്ത് ഈ മഹാനെ നമ്മുടെ ടീമിൽ വെച്ചു. ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. ഗെയിം കളിക്കണമെന്നുള്ള യാതൊരു ടെൻഷനും ഇല്ല. വരിക, പ്രാക്ടീസ് ചെയ്യുക, വീട്ടിൽ പോവുക. ഈ പ്ലെയറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആ പ്ലെയറിന് കൊടുത്ത ഫീസിനെയോ അല്ലെങ്കിൽ ടോട്ടൽ നമ്മൾ മണി വേസ്റ്റ് ചെയ്തതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഗ്യാപ്പാണ് ഞാൻ പറയുന്നത്. ഇത്രയും വലിയൊരു മണ്ടത്തരം കാണിച്ചതിൽ ലോൺ തിരിച്ചു കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഡൗട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും എൻ്റെ ഓപ്ഷൻ തിരിച്ചു പറഞ്ഞു വിട്ടേക്കുക. കാരണം ബ്ലണ്ടർ സൈനിങ്. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലെയറിന് പ്രീമിയർ ലീഗ് എന്താ കളിക്കാൻ പറ്റാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, റഹീം സ്റ്റെർലിങ്ങിനെ നമ്മൾ ലോണിലെടുത്തായിരുന്നു ചെൽസിയിൽ നിന്ന്. പ്രീമിയർ ലീഗിൽ ഒരു റൂളുണ്ട്, ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ ആ ഗെയിമിൽ ആ സ്ക്വാഡിൽ 2 ഡൊമസ്റ്റിക് ലീഗിൽ നിന്നുള്ള പ്ലെയേഴ്സ് ലോൺ പാടില്ല എന്ന്. അതായത് ഒരിക്കലും ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ക്വാഡിനകത്ത് നെറ്റോയും സ്റ്റെർലിങ്ങും പാടില്ല, ഏതെങ്കിലും ഒരു പ്ലെയറിലേ പാടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും സ്റ്റെർലിംഗ് അല്ലേ വരത്തുള്ളൂ നെറ്റോനെക്കാട്ടിലും മുന്നിൽ. അങ്ങനെ ഫസ്റ്റ് 11 ബെഞ്ചിൽ പോലും ഇരുത്താൻ പറ്റിയിട്ടില്ല. അതാണ് വേറൊരു പ്രശ്നം. സോ ഡെഫിനറ്റ്ലി വീട്ടിൽ പൊക്കോ.
ഓക്കെ, ജോവാൻ ഗാർസിയനെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. സോ ജോവാൻ ഗാർസിയ ആയിരിക്കും മിക്കവാറും വരാൻ സാധ്യത എന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. ഇനിയിപ്പോൾ നമുക്ക് നേരെ സെൻട്രൽ ബാക്കിലേക്ക് പോകാം. ഗാബ്രിയൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. യെസ്, ഗാബ്രിയൽ എന്താ പറയുക, മിസ്റ്റർ കൺസിസ്റ്റൻറ്റ്. കൂടുതലൊന്നും പറയണ്ടല്ലോ ഗാബ്രിയലിനെ പറ്റി. എത്ര ഗോളാണ് കോർണർ റൂട്ടീനിൽ നിന്ന് നമുക്ക് വേണ്ടി നേടിത്തന്നത്. പ്രീമിയർ ലീഗിലായാലും ശരി, ചാമ്പ്യൻസ് ലീഗിലായാലും ശരി, മുത്താണ് മുത്ത്. ഓഫ് കോഴ്സ് കീപ്പ്. ഇത് താഴെ പോയത്. ഓക്കെ, ഓഫ് കോഴ്സ് കീപ്പ്, സെല്ലല്ല, കീപ്പ്. ഇനി അടുത്ത സെൻറ്റർ ബാക്ക് സലീബ. ഓഫ് കോഴ്സ് അടുത്ത മുത്ത്, ഒന്നും പറയാനില്ല. മോസ്റ്റ് നമ്പർ ഓഫ് പാസസ് ഓൾസോ. സോ ഡെഫിനറ്റ്ലി കീപ്പ്. സ്ട്രോങ് പെർഫോമൻസ്. കീപ്പ്. റൈറ്റ് ബാക്ക് ടിംബർ. എന്തായിരുന്നു പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു ഈ സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റ് ബാക്ക് ഇൻ പ്രീമിയർ ലീഗ്. ഓഫ് കോഴ്സ് അത് ടിംബർ തന്നെയാണ്. സോ ഒന്നും പറയാനില്ല, ഓഫ് കോഴ്സ് കീപ്പ്. ഇനി അടുത്തത് കിവിയോർ. നമ്മുടെ ഗാബ്രിയൽ ഇഞ്ചോർഡ് ആയപ്പം വളരെ നല്ലൊരു ബാക്കപ്പ് സപ്പോർട്ട് തന്നത് ചാമ്പ്യൻസ് ലീഗിൽ. അതിപ്പം റിയൽ മാഡ്രിഡിനെതിരെ ആയാലും ശരി, PSG-ക്കെതിരെ ആയാലും ശരി, വളരെ നല്ലൊരു ബാക്കപ്പ് സപ്പോർട്ട് തന്ന ഒരു പ്ലെയറാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ വി ഷുഡ് കീപ്പ് ഹിം. കാരണം അവിടെ ഡെപ്ത് കുറവാണ്. നമുക്കത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. 100% വി ഷുഡ് കീപ്പ് ഹിം. പക്ഷേ കിവിയോറിന് നമ്മുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല എന്നാണ് ന്യൂസ് വരുന്നത്. സോ I don't know. We have to wait and see. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വി ഷുഡ് കീപ്പ് ആൻഡ് ഐ എം ഷുവർ യു ഗൈസ് ഓൾസോ വിൽ എഗ്രി. അടുത്തത് മൈൽസ് ബംബക്ലാറ്റ് ലൂയിസ്. അടിപൊളി. യൂത്തിൽ നിന്ന് വന്ന് നമ്മുടെ എല്ലാം മനം കവർന്ന മൈൽസ് ലൂയിസ് കെലി. ബി ഹംബിൾ. എന്താ അരഗൻസ്. 18 വയസ്സിൽ കളിക്കേണ്ട കളിയാണോ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മൈൽസ് ലൂയിസ് കെലി. വൺ ഓഫ് ദ യങ് ജനറേഷണൽ ടാലൻറ്റ് എന്ന് തന്നെ പറയാം. 100%. ലെഫ്റ്റ് ബാക്ക് പുള്ളിയുടെ നാച്ചുറൽ പൊസിഷൻ അല്ല, ലെഫ്റ്റ് വിങ് ആണ് നാച്ചുറൽ പൊസിഷൻ. പക്ഷേ എന്നാൽ പോലും ടിയനിയുടെയും കാലഫിയോറിയുടെയും ഒക്കെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ, സിൻജോങ്കയുടെയൊക്കെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് ഫില്ല് ചെയ്ത ഒരു വ്യക്തി. ഐ ആം 110% ഹാപ്പി വിത്ത് ദിസ് പ്ലെയേഴ്സ് എമർജൻസ്. 100%. ഓഫ് കോഴ്സ് കീപ്പ്. ഒരിക്കലും വിൽക്കത്തില്ല, അത് വേറൊരു കാര്യം. ഇനി നമുക്ക് ബാക്കപ്പിലേക്ക് കിടക്കാം. ഓഫ് കോഴ്സ് കാലഫിയോറി നമ്മുടെ പുതിയ സൈനിങ്, നല്ല പെർഫോമൻസ്. പക്ഷേ കാലഫിയോറി ഒരു നാച്ചുറൽ ലെഫ്റ്റ് ബാക്ക് ആണോ അല്ലെങ്കിൽ ഒരു സെൻറ്റർ ബാക്ക് ആണോ? പുള്ളിയുടെ ആ ഒരു പൊസിഷൻ നമ്മൾ ഇപ്പോഴും ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ എവിടെയാണ് ഫിറ്റ് ആവുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ അങ്ങോട്ട് ഫിഗർ ഔട്ട് ആയിട്ടില്ല. സോ ആ ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടുണ്ട്, എവിടെ ഫിറ്റ് ആവുന്നു. ലെഫ്റ്റ് ബാക്ക് ആണ് ഫേവറബിൾ, എന്നാൽ പോലും പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറാണ്. ക്രിയേറ്റീവ് മിഡിൽ കളിക്കാൻ പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറാണ്. പുള്ളിയുടെ ടച്ച് എല്ലാം അതുപോലത്തെ ടച്ചാണ്. സോ 100% പുതിയ പ്ലെയർ ആയതുകൊണ്ട് ഓഫ് കോഴ്സ് കീപ്പ് തന്നെയാണ്. ഒരിക്കലും സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് നമുക്ക് ലെഫ്റ്റ് ബാക്കിൽ തന്നെ നിൽക്കാം. സിൻചെങ്കോയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ്. സിൻചെങ്കോയും ഹേസൂസും ഒന്നിച്ചാണ് നമ്മുടെ സ്ക്വാഡിലേക്ക് വന്നിട്ട് നമ്മുടെ ആ ഒരു ലെവലൊന്ന് മേളിലോട്ട് കൊണ്ടുപോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറേ ഇഞ്ചുറീസും ഔട്ട് ഓഫ് ഫോമും ആയതുകൊണ്ട് സിൻചെങ്കോ, ഐ താങ്ക് യു ഫോർ യുവർ സർവീസ്. പക്ഷേ ഇപ്പോഴത്തെ സ്ക്വാഡിൽ ഐ ഡോണ്ട് തിങ്ക് സിൻചെങ്കോയ്ക്ക് ഒരു സ്പേസ് ഉണ്ടെന്ന്. സ്ക്വാഡ് റൊട്ടേഷൻ ആണെങ്കിൽ പോലും ഐ ഡോണ്ട് തിങ്ക് സിൻചെങ്കോയ്ക്ക് ഒരു ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ സ്ക്വാഡിലെന്ന്. സിൻചെങ്കോയും കിരൺ ടിയനിയുമാണ് അവിടെ ഉള്ളത് ബേസിക്കലി. സിൻചെങ്കോയും കിരൺ ടിയനിയും. ഇതിൽ ആരെ വെക്കണമെന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഓഫ് കോഴ്സ് ഞാൻ കിരൺ ടിയനിയെ വെക്കും. സിൻചെങ്കോനെ ഞാൻ സെല്ല് ചെയ്യും. സോ സിൻചെങ്കോ എന്തായാലും ഈ സീസണിൽ പോകാൻ ചാൻസസ് കൂടുതലാണ്. സോ സിൻചെങ്കോ, താങ്ക് യു ഫോർ യുവർ സർവീസ്. നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഒന്ന് ഉയർത്താൻ സഹായിച്ച 2 പ്ലെയേഴ്സിൽ ഒരാളാണ് സിൻചെങ്കോയും ഹേസൂസും. സോ ഡെഫിനറ്റ്ലി താങ്ക് യു ഫോർ യുവർ സർവീസ്. ബട്ട് ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ. സോ ഗുഡ് ബൈ വിത്ത് റെസ്പെക്റ്റ്. ആൻഡ് ടിയനി, ചാൻസസ് തീരെ കിട്ടാതിരുന്ന ഒരു പ്ലെയറാണ് ടിയനി. പക്ഷേ വണ്ടർഫുൾ. എനിക്ക് ടിയനിയുടെ ആ ഒരു ഡയറക്റ്റ് ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. നോ നോൺസെൻസ്. ആഷ്ലി കോൾ പോലത്തെ നോ നോൺസെൻസ് ഡിഫെൻസിങ് ആണ്. ഡിഫെൻസീവിൽ ബെസ്റ്റാണ്. ലൂയിസ് കെല്ലിയെക്കാട്ടിലും അടിപൊളിയായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഡയറക്റ്റ് ക്രോസസ് കൊടുക്കുന്നതാണ്. നോ നോൺസെൻസ്. നല്ല ഡയഗണൽ പാസസ് കൊടുക്കുന്ന പ്ലെയറാണ്. ഐ വാണ്ട് ടു കീപ്പ് ഹിം 100%. ഒരിക്കലും ഞാൻ ഈ പ്ലെയറിനെ സെല്ല് ചെയ്യത്തില്ല.
100% കീപ്പ്. ഇനി അടുത്തത് നമുക്കിനി ടോമിയാസുവിലേക്ക് പോകാം. ടോമിയാസു സി അത്ര അമേസിങ് പ്ലെയർ ഒന്നുമല്ല, പക്ഷേ എന്നാൽ പോലും പുള്ളിക്ക് കൊടുക്കുന്ന ജോലി പുള്ളി ഈസി ആയിട്ട് ചെയ്യും. പുള്ളി വളരെ വിശ്വസ്തയോടുകൂടി ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ടോമിയാസുവിന് അധികം ചാൻസസ് ഒന്നും കിട്ടുന്നില്ല. ടോമിയാസു ഡിസേർവ്സ് മോർ ടൈം. നല്ല പ്ലെയറാണ്, നല്ല സ്റ്റാമിന ഉള്ള പ്ലെയറാണ്. സോ ടോമിയാസുവിന് ഇപ്പോഴത്തെ ഈ ഒരു സിനാരിയോയിൽ ആർസണൽ സ്ക്വാഡിൽ ചാൻസ് കുറവാണ്. സോ ടോമിയാസുവിനെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് വെക്കണമെന്നാണ്, പക്ഷേ ടോമിയാസു നിൽക്കാൻ ചാൻസ് കുറവാണ്. സോ ടോമിയാസു ഷുഡ് ലീവ് ഫോർ ഹിസ് ഓൺ ഗുഡ്. പുള്ളിയുടെ നല്ല കാര്യത്തിന് വേണ്ടി ഈ ഷുഡ് ലീവ് എന്നാണ് എൻ്റെ അഭിപ്രായം. സോ അൺഫോർച്ചുനേറ്റ്ലി സെൽ ഫോർ ടോമിയാസു. ബെൻ വൈറ്റ് എനിക്ക് ഒരുപാട്, ഈ കീരൻ ടിയനിനെ പോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പ്ലെയറാണ് ബെൻ വൈറ്റ്. 100% കീപ്പ്. പക്ഷേ ബെൻ വൈറ്റ് ഈ ഇഞ്ചുറി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന പിന്നെ 2 ഗെയിം പ്രീമിയർ ലീഗിൽ കണ്ടത് അത്ര നല്ല പെർഫോമൻസ് അല്ലായിരുന്നു. ആ ഒരു ഷാർപ്പ്നെസ് പോയതുപോലെ ബെൻ വൈറ്റിൻ്റെ. സോ ചിലപ്പോൾ ആ ഇഞ്ചുറി കഴിഞ്ഞതിൻ്റെ ആ ഒരു ഹാങ് ഓവർ ആയിരിക്കും. നെക്സ്റ്റ് സീസണിൽ നല്ല ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബെൻ വൈറ്റിൻ്റെ ആ നാച്ചുറൽ ഫോമിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗോൾ കീപ്പറിനെ ഇങ്ങനെ പിൻ ചെയ്യുന്ന ആ വക പരിപാടിയൊക്കെ പുള്ളിയാണ്. വളരെ നല്ല പ്ലെയറാണ്. സോ കഴിഞ്ഞ സീസണിലൊക്കെ അടിപൊളിയായിട്ട് കളിച്ചാണ്. സോ ആ ഒരു ഫോമിലേക്ക് തിരിച്ചു വരട്ടെ. സോ ഐ ആം കീപ്പിംഗ് ബെൻ വൈറ്റ് ഓഫ് കോഴ്സ്. ഇനി നമുക്ക് മിഡ്ഫീൽഡറിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ ഓഡഗാർഡ്, നമ്മുടെ ക്യാപ്റ്റൻ ഓഡഗാർഡിൻ്റെ ഫോം ഒന്ന് ഔട്ടായിരുന്നു. ലാസ്റ്റ് സീസൺ തീരുന്ന ആ സമയത്ത് ഓഡഗാർഡ് ഇച്ചിരി ഫോം ഔട്ടായിരുന്നു. ഓഡഗാർഡ് അവസരത്തിനൊത്ത് ബിഗ് ഗെയിം പ്ലെയർ അല്ലാതാവാതിരിക്കുന്ന അവസരങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. PSG ആയാലും ശരി, അങ്ങനെ കുറേ ഗെയിമിൽ മിസ്സിങ് ആയിരുന്നു കറക്റ്റ് പറഞ്ഞാൽ. പക്ഷേ ഓഡഗാർഡ് നമുക്ക് വേണ്ടി ചെയ്ത കോൺട്രിബ്യൂഷൻ ചെറുതല്ല. സോ ഡെഫിനറ്റ്ലി ഐ ആം കീപ്പിംഗ് ഹിം. ഒരു ചാൻസും കൂടെ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാം. നല്ലൊരു പ്ലെയറാണ്, ഹാർഡ് വർക്കിംഗ് പ്ലെയറാണ്. മോശം ഗെയിമാണെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ക്രിയേറ്റീവ് മൈൻഡ് പുള്ളിക്കുണ്ട്. ആ ഗെയിം പുള്ളിയുടെ കയ്യിലുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു ക്രിയേറ്റിവിറ്റി അങ്ങ് മറന്നു പോകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് ചില ഗെയിമിലൊക്കെ കാണാൻ പറ്റുന്നത് ബേസിക്കലി. സോ അതൊന്ന് തിരിച്ചു കൊണ്ടുവരണം. നല്ലൊരു സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ ഫോം തിരിച്ചു കൊണ്ടുവരിക. ആ ലാസ്റ്റ് ഗെയിം സൗത്ത്ഹാംപ്ടനെതിരെ അടിച്ച ആ ഒരു ലോങ് റേഞ്ചർ ഗോൾ, അതുപോലെ ലോങ് റേഞ്ചസ് ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഷോർട്ട് പാസസ് അത് മാത്രം ചെയ്യരുത്. ആ ജോർജീനിയോ എനിക്ക് ഇതുകൊണ്ടാണ് ഇഷ്ടം. ഒരു ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതങ്ങ് എടുക്കും. സോ ഓഡഗാർഡ് ഡെഫിനറ്റ്ലി ഐ എം കീപ്പിംഗ് ഹിം. പക്ഷേ ഹി നീഡ്സ് ടു ഇംപ്രൂവ് എ ലോട്ട്. നിങ്ങളെല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഹി നീഡ്സ് ടു ഇംപ്രൂവ് എ ലോട്ട്. ക്യാപ്റ്റൻ്റെ പെർഫോമൻസ് കാണിക്കണം. ക്യാപ്റ്റൻസിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ്റെ പെർഫോമൻസ് എടുക്കണം. ഇല്ലെങ്കിൽ ഡെക്ലാൻ റൈസിന് ക്യാപ്റ്റൻസി കൊടുക്കണം. ഇതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. സോ ഡെഫിനറ്റ്ലി ഐ എം കീപ്പിംഗ് ഹിം. അടുത്തത് തോമസ് പാർട്ടേ, മിസ്റ്റർ റിലയബിൾ, റോൾസ് റോയ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ടോക്സ് ഒക്കെ നടക്കുന്നുണ്ട്. 1 വർഷമെങ്കിലും മിനിമം പുള്ളി നമ്മുടെ കൂടെ നിൽക്കണമെന്നാണ് എൻ്റെ വിലയേറിയ അഭിപ്രായം. ഓഫ് കോഴ്സ് സുബമെൻഡി വന്നിട്ടുണ്ട്, പക്ഷേ എന്നാൽ പോലും അത് പോരാ. തോമസ് പാർട്ടയുടെ ഒരു സർവീസ് നമുക്ക് വേണം. ആ ഭാഗത്ത് നമുക്ക് സ്ക്വാഡ് ഡെപ്ത് കുറവാണ്. നമ്മൾ ഇനി സ്ക്വാഡ് ഡെപ്തിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഡെഫിനറ്റ്ലി 1-2 വർഷം എക്സ്റ്റെൻഡ് ചെയ്താലും യാതൊരു പ്രശ്നമില്ല. he still can play top level football. So definitely 2-year extension നമ്മൾ കൊടുക്കണം. So keep him. ജോർജീനിയോ വളരെ നല്ല പ്ലെയറാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വയസ്സായി. സോ ഹി വിൽ ബി ലീവിങ് അസ്. എനിക്ക് കീപ്പാണ് ആഗ്രഹം. പക്ഷേ വയസ്സായതുകൊണ്ട് പുള്ളിയുടെ ഡെസിഷനാണ്. ഐ തിങ്ക് ഹി വിൽ ഗോ ബാക്ക് ടു സം ഇറ്റാലിയൻ ക്ലബ്. സോ അൺഫോർച്ചുനേറ്റ്ലി പോകും. ഇത് എനിക്ക് കീപ്പാണ്, കാരണം നല്ലൊരു പ്ലെയറാണ്, നല്ലൊരു ഫില്ലർ പ്ലെയറാണ്, നല്ലൊരു സ്ക്വാഡ് റൊട്ടേഷൻ പ്ലെയറാണ്. ഇനി ഡെക്ലൻ റൈസ്, മറക്കാൻ പറ്റുമോ റിയൽ മാഡ്രിഡിനെതിരെയുള്ള 2 ഫ്രീ കിക്ക്? ഡെഫിനറ്റ്ലി ലയൺ എന്ന് തന്നെ പറയണം. കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് എപ്പോഴും 100% കൊടുക്കുന്ന ഒരു പ്ലെയർ.
100% കീപ്പ്. അതിനൊന്നും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഇൻ പ്രീമിയർ ലീഗ് ദിസ് സീസൺ. 100% നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചത്. സോ ഡെക്ലൻ റൈസ് ഡെഫിനറ്റ്ലി കീപ്പ്. ഇനി ക്രൈസിസിൽ രക്ഷകനായവൻ മെറീനോ. ഞാൻ വളരെ ഓണസ്റ്റായിട്ട് പറയാം, പുള്ളിയെ നമ്മൾ സൈൻ ചെയ്തപ്പോൾ ഷാക്കയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് നമ്മളിങ്ങനെ കൊട്ടി ഘോഷിച്ചത്. ഷാക്കയുടെ റീപ്ലേസ്മെൻ്റ് ആണ്, ഇങ്ങനെയാണ്. ഫസ്റ്റ് 2 ഗെയിം കണ്ടപ്പോൾ തന്നെ ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ആസ് എ മിഡ്ഫീൽഡർ. ഒന്നും കാണാനില്ലായിരുന്നു. ഒരു സാധാ ഒരു പ്ലെയർ ഇൻ മിഡ്ഫീൽഡ്, ലൈക്ക് മിസ്റ്റേക്ക് ഒന്നും വരുത്തുന്നില്ല. പക്ഷേ ഗ്രാനൈറ്റ് ഷാക്കയുടെ യാതൊരുവിധ ഒരു ക്വാളിറ്റിയും റിഫ്ലക്റ്റ് ചെയ്യാത്ത ഒരു പ്ലെയർ മിഡ്ഫീൽഡിൽ. സോ ഫസ്റ്റ് 2-3 ഗെയിംസ് കണ്ടപ്പോൾ ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. മെറീനോ ആസ് എ മിഡ്ഫീൽഡ് വളരെ ഓണസ്റ്റായിട്ട് പറയുകയാണ്, ഒരു കോൺട്രിബ്യൂഷനും ആർസണലിന് വേണ്ടി നടത്തിയിട്ടില്ല. പക്ഷേ കൈ ഹാവേർട്സിന് ഇഞ്ചുറി ആയതിനു ശേഷം, ഹേസൂസിന് ഇഞ്ചുറി ആയതിനു ശേഷം മെറീനോനെ സ്ട്രൈക്കറായിട്ട് ഇടാൻ കാണിച്ച ആ അർട്ടറ്റയുടെ വിഷന് ഒരു സല്യൂട്ട് കൊടുക്കുന്നു. സോ ആസ് എ സ്ട്രൈക്കർ ഹി ഹാസ് ഡൺ എ ബ്രില്യൻ ജോബ്. 8 ഗോളെങ്ങാണ്ട് അടിച്ചിട്ടുണ്ട്, 6 അസിസ്റ്റും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി കീപ്പ് ഹിം. ഒരു റൊട്ടേഷൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. നമ്മൾ ആ സ്ട്രൈക്കറിൻ്റെ ആ ഭാഗത്ത് നമ്മൾ കുറേ റീഇൻഫോഴ്സ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഡെഫിനറ്റ്ലി കീപ്പ് ഹിം. 100% കീപ്പ് ഹിം. പക്ഷേ മിഡ്ഫീൽഡിൻ്റെ കാര്യത്തിൽ വളരെ ഓപ്പണായിട്ട് പറയാം, ഇച്ചിരി ഫ്ലോപ്പാണ് പുള്ളി. ബട്ട് ഒരു സ്ക്വാഡ് റൊട്ടേഷന് പറ്റിയ പ്ലെയറാണ്. വി വിൽ നീഡ് ഹിം നെക്സ്റ്റ് സീസൺ. സോ കീപ്പ് ഹിം. അടുത്തത് കൂടുതലൊന്നും പറയണ്ടല്ലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി പോകും. കാരണം ഈ പുള്ളി വന്നപ്പം സത്യം പറയാമല്ലോ, എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ചെൽസിയിൽ നിന്ന് ലോണിൽ വരുമ്പം. ലൈക്ക് ചെൽസിയിൽ ചാൻസ് കിട്ടാതാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. ആ കിട്ടാത്ത ചാൻസിനൊക്കെ ഒരു പ്രതികാരം പോലെ ആർസണലിന് വേണ്ടി കളിക്കുമെന്ന്. സോറി, പൊക്കോ. ഈ പുള്ളിയെ പറ്റിയൊക്കെ എന്തോ പറയാനാ. സ്റ്റാർ ബോയ് 10 അസിസ്റ്റ്, ഇഞ്ചുറി ഉണ്ടായിരുന്നു എന്നിട്ടും 10 അസിസ്റ്റ്, 8 ഗോള്, 6 ഗോള് പ്രീമിയർ ലീഗ്. 100% കീപ്പ്. കൂടുതലൊന്നും പറയുന്നില്ല. എന്തിനാ, നമുക്കറിയാവുന്നതല്ലേ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. സാക്കയുടെ ഇഞ്ചുറിയിൽ രക്ഷകനായി വന്നവൻ ഈത്തൻ വന്യേറി, നമ്മുടെ അക്കാഡമി പ്രോഡക്റ്റ്. വാട്ട് എ പ്ലെയർ. ഇനി വരാൻ പോകുന്ന സീസണുകളിൽ നല്ല സൂപ്പർ പ്രകടനമായിരിക്കും. മൈൽസ് ലൂയിസ് കെല്ലിയുടെ കൂട്ട് തന്നെ നല്ല കിടിലൻ ടാലൻറ്റഡ് പ്ലെയറാണ് ഈത്തൻ വന്യേറി. ഡെഫിനറ്റ്ലി കീപ്പ് ഹിം. ദർ ഇസ് നോ വേ. എന്തായാലും സെല്ല് ചെയ്യാൻ പോകുന്നില്ല, എന്നാലും പറയുകയാണ്, ഡെഫിനറ്റ്ലി കീപ്പ് ഹിം. നോക്കി വെച്ചോ, കിട്ടുക്കും. 100% കീപ്പ്. അടുത്തത് ഹേസൂസ്. നമ്മുടെ ഈ സ്ക്വാഡിൽ ഏറ്റവും ടക്കർ ഉള്ള ഒരു പ്ലെയർ, ബോളർ എന്ന് പറയാവുന്ന ഒരു പ്ലെയർ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് ഇഞ്ചുറീസും, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ സിൻചെങ്കോയും ഹേസൂസും ഒന്നിച്ചാണ് വന്നത്. നമ്മുടെ സ്ക്വാഡിനെ വളരെ ആ ഒരു ചാമ്പ്യൻ ലെവലിലേക്ക് കൊണ്ടുപോയി, മാൻസിറ്റിയുടെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച 2 പ്ലെയേഴ്സ്, മെൻറ്റാലിറ്റി വൈസ് സഹായിച്ച 2 പ്ലെയറാണ് ഹേസൂസും സിൻചെങ്കോ. ഈ 2 പ്ലെയേഴ്സും അൺഫോർച്ചുനേറ്റ്ലി കുറേ ഇഞ്ചുറീസ് കാരണം അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എപ്പോഴൊക്കെ ഇഞ്ചുറി കഴിഞ്ഞ് വരുന്നുണ്ടോ, ഹേസൂസിൻ്റെ ആ ഒരു ടെക്നിക്കൽ എബിലിറ്റി നമുക്ക് ഇമ്മീഡിയറ്റ്ലി കാണാൻ പറ്റുമായിരുന്നു. പ്രോപ്പർ ബ്രസീലിയൻ ഫുട്ബോൾ, പ്രോപ്പർ ബ്രസീലിയൻ ബോളർ. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ ഹിം ടു സേ ഗുഡ് ബൈ. എനിക്ക് തോന്നുന്നു ഒരു സീസണും കൂടെ ഹേസൂസ് ഇവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും അതിൽ കാര്യമില്ല. ഹേസൂസ് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഹേസൂസിനെ നമ്മൾ വിടണം. ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ, സെയിം ലൈക്ക് സിൻചെങ്കോ. വേറെ ഒന്നും കൊണ്ടല്ല,
കാരണം ഇഞ്ചുറി ഒരുപാടുള്ള പ്ലെയറാണ്. സോ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു പ്ലെയർ നമുക്ക് ലയബിലിറ്റി ആയിരിക്കും. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഹേസൂസ്, താങ്ക് യു ഫോർ യുവർ സർവീസ്, സെയിം ലൈക്ക് സിൻചെങ്കോ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സർവീസ്, ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ ഹി ഹാസ് ടു ഗോ. നെക്സ്റ്റ്, ഇവനിലേക്ക് ഞാൻ ലാസ്റ്റ് വരാം. മൈ മാൻ ട്രൊസാർഡ്. ഹാവേർട്സിന് കിട്ടിയ 50 ചാൻസ് ഇവന് കിട്ടുമായിരുന്നെങ്കിൽ ഇവൻ ഇത് കൺവേർട്ട് ചെയ്തതാണ്. പ്രോപ്പർ സ്ട്രൈക്കർ. എന്താ ക്ലിനിക്കാലിറ്റി ഈ പ്ലെയറിൻ്റെ, ട്രൊസാർഡിൻ്റെ. 100% കീപ്പ് ചെയ്യണം. പക്ഷെ റൂമേഴ്സ് ഉണ്ട് ദാറ്റ് വി മൈറ്റ് സെൽ ഹിം. ഒരു ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമായി പോകും അങ്ങനെ ചെയ്താൽ. 100% നമ്മൾ ഈ പ്ലെയറിനെ കീപ്പ് ചെയ്യണം. പ്രോപ്പർ സ്ട്രൈക്കറാണ്, പ്രോപ്പർ ഫിനിഷറാണ്. കാര്യം ശരിയാണ്, ലെഫ്റ്റ് വിങ്ങിലാണ് കളിക്കുന്നതെങ്കിൽ പോലും പ്രോപ്പർ ഫിനിഷറാണ്. ഹാവേർട്സ് എ ക്ലിനിക്കാലിറ്റി എന്ന് പറയുന്ന 100% വി ഷുഡ് കീപ്പ് ഹിം. കയ്യിൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സർട്ടൺ ഗോളാണ്. അങ്ങനത്തെ ഒരു പ്ലെയർ, നല്ലൊരു ബോളറാണ്. ഈ ഹേസൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ. സോ 100% കീപ്പ്. ഇനി മാർട്ടിനെലി. മാർട്ടിനെലി കഴിഞ്ഞ സീസൺ സൂപ്പറായിരുന്നു. റണ്ണിങ് ബിഹൈൻഡ് ദ ലൈനാണ് പുള്ളിയുടെ സ്പെഷ്യാലിറ്റി. പുള്ളിയുടെ ആ സ്പീഡ് ഉള്ളത് കൊണ്ട് റണ്ണിങ് ബിഹൈൻഡ് ദ ലൈനും പിന്നെ ആ പേസ്, പുള്ളിയുടെ പേസാണ് സ്പെഷ്യാലിറ്റി. പക്ഷേ അത് ഈ സീസണിൽ പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല. വളരെ ചുരുക്കം അവസരങ്ങളിൽ മാത്രമേ പുറത്തെടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഏരിയ ഇമ്പ്രൂവ് ചെയ്യാൻ ഓരോ പ്ലെയേഴ്സിനെ നോക്കുന്നത്. റോഡ്രിഗോ ആയാലും ശരി, നീക്കോ വില്യംസ് ആയാലും ശരി, ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ നമ്മൾ നോക്കുന്നത്. മാർട്ടിനെല്ലി അവസരത്തിനൊത്ത് ഉയരാത്തത് കൊണ്ട് തന്നെയാണ്. ഇതിന് ഞാൻ ഫുള്ള് മാർട്ടിനെല്ലിനെ കുറ്റം പറയില്ല. അർട്ടറ്റ കൂടെ ഇതിന് പങ്കുണ്ട്. അതിലേക്ക് ഞാൻ ലാസ്റ്റ് വരുന്നുണ്ട്. അർട്ടറ്റയുടെ കാര്യം ഞാൻ പറയുന്നുണ്ട്. സോ ഹി നീഡ്സ് ടു ഇംപ്രൂവ് ഹിസ് ഗെയിം. ഡെഫിനറ്റ്ലി ഞാൻ കീപ്പ് ചെയ്യും, ബട്ട് നോട്ട് ലോങ് ടേം. ഒരു വർഷം കൂടെ, ഈ ഒരു സീസണും കൂടെ നമുക്ക് മാർട്ടിനെല്ലിക്ക് ചാൻസ് കൊടുക്കാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സോ ഡെഫിനറ്റ്ലി കീപ്പ് മാർട്ടിനെല്ലി. ഇനി എന്ത് കണ്ടിട്ടാണ് ഈ മഹാനെ അർട്ടറ്റ മേടിച്ചത് എന്നെനിക്കറിയത്തില്ല. മിഡ്ഫീൽഡറാണോ എന്ന് ചോദിച്ചാൽ മിഡ്ഫീൽഡറല്ല, കൊണ്ടുവന്നത് സ്ട്രൈക്കറായിട്ട്. കാര്യം ശരിയാണ്, ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവൻ മിസ് ചെയ്ത ചാൻസസ് കണ്ടു കഴിഞ്ഞാൽ സീരിയസ്ലി ഭ്രാന്ത് വരും. നമ്മൾ FA കപ്പിൽ നിന്ന് ഔട്ടാവാനുള്ള മെയിൻ കാരണം ഇവൻ. എഗെയിൻ, ഇവനെ ഞാൻ കുറ്റം പറയത്തില്ല. ഇവനെ മേടിച്ച ആൾക്കാരെ ഞാൻ കുറ്റം പറയും. അർട്ടറ്റ സ്ട്രൈക്കറായിട്ട് കൊണ്ടുവന്നിട്ട് സ്ട്രൈക്കറിൻ്റെ ഒരു ഗുണവും കാണിക്കാത്ത ഒരു പ്ലെയർ, ഒരു ഗുണവും കാണിക്കാത്ത. എനിക്ക് 100% സെല്ലാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അർട്ടറ്റ സെല്ല് ചെയ്യത്തില്ല. അർട്ടറ്റ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, എൻജോയ്ഡ് ആണല്ലോ. അർട്ടറ്റ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പഴയ പോലെയല്ല ഹാവേർട്സ് ജിമ്മിലൊക്കെ പോയി ഭയങ്കര ഇങ്ങനെ താങ്ങി. ഇവനിൽ എന്ത് ഔഷധ ഗുണം കണ്ടിട്ടാണ് ഇവനെ ഇങ്ങനെ താങ്ങി നിൽക്കുന്നത്? നിങ്ങൾക്കറിയാം, ആർസണൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ആണ് ഇവൻ. ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ. എഗെയിൻ, ഇവന് സാലറി കൊടുക്കുന്നതിലല്ല എൻ്റെ പ്രശ്നം, ആ മാനേജ്മെൻറ്റിൻ്റെ ആ ഡിസിഷൻ മേക്കിങ്ങിലാണ് എൻ്റെ പ്രശ്നം. ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ. അപ്പം സാക്ക ആരാ? wrong decision making from Arteta and management. ഇത് സ്റ്റെർലിംഗ്, മറ്റേ നെറ്റോ, എന്ത് ബ്ലണ്ടറൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ട്രാൻസ്ഫർ വിൻഡോയിൽ. ആ ബ്ലണ്ടറൊക്കെ ആൻഡ്രേ ബെർട്ട മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സീരിയസ്ലി. സോ ഇൻ മൈ ഒപ്പീനിയൻ ഡെഫിനറ്റ്ലി സെൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വിൽക്കാനൊന്നും പോകുന്നില്ല. അവിടെ തന്നെ നമ്മുടെ അർട്ടറ്റ കുഞ്ഞ് ഇവനെ ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ വെച്ചേക്കോ, അയ്യോ ആരും ഒന്നും പറയല്ലേ, അടിപൊളി പ്ലെയറാണേ എന്ന്. റിയലി ഫ്രസ്ട്രേറ്റഡ്. കാരണം എൻ്റെ ഫ്രസ്ട്രേഷൻ എല്ലാം എന്താ, നല്ലൊരു സ്ട്രൈക്കർ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ സീസണിൽ നമുക്ക് ഈസി ആയിട്ട് ഏതെങ്കിലും ഒരു കപ്പ് എടുക്കായിരുന്നു. FA കപ്പ് എടുക്കായിരുന്നു, കാരബോ കപ്പോ ഏതെങ്കിലും ഒരു കപ്പ് എടുക്കായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് നമുക്ക് അഡ്വാൻസ് ആവുമായിരുന്നു. നല്ലൊരു സ്ട്രൈക്കർ ഇവൻ്റെ സ്ഥാനത്ത് നമുക്കിപ്പം
പറയുന്ന ഈസാക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ ജോക്കറൈസ് ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ സെസ്കോ ആയിരുന്നെങ്കിലോ നമ്മൾ ഈസിലി ഒരു കപ്പ് ഈ സീസൺ എടുത്തേനാണ്. അതാണ് എൻ്റെ ഫ്രസ്ട്രേഷൻ. ആകെയുള്ള ഒരു വീക്ക് ലിങ്ക് ആണത്. അത് കഴിഞ്ഞ സീസണിൽ അഡ്രസ് ചെയ്തിട്ടില്ല. ഇതുകൊണ്ടാണ് എൻ്റെ ഫ്രസ്ട്രേഷൻ. ഓക്കെ, അല്ലാതെ ഓക്കെ. എനിവേ, ഇനി നമുക്ക് പുതിയ ട്രാൻസ്ഫർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സുബമെൻഡി വന്നിട്ടുണ്ട്. സുബമെൻഡി കൺഫേംഡ് ആണ്. ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സുബമെൻഡി കൺഫേംഡ് ആണ്. സോ ആ പുള്ളിയുണ്ട്. ഇനി സ്ട്രോങ്ലി ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്ന 2 പ്ലെയേഴ്സ് സ്ട്രൈക്കറിൻ്റെ കാര്യത്തിൽ, അത് ഒന്ന് സെസ്കോയും ഒന്ന് ഗ്യോക്കറൈസുമാണ്. പക്ഷേ ഇപ്പോൾ ലിങ്ക് കൂടുതൽ സെസ്കോയ്ക്കാണ്. സോ സെസ്കോ ആയിരിക്കും നമ്മുടെ സ്ട്രൈക്കർ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരുന്നത്. ഗ്യോക്കറൈസ് മിക്കവാറും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊണ്ടുപോകും എന്നാണ് തോന്നുന്നത്. അടുത്തത് നമ്മുടെ ലെഫ്റ്റ് വിങ് മാർട്ടിനെല്ലിക്ക് കവറായിട്ട് വരാൻ 2 പേരെ നമ്മൾ നോക്കുന്നുണ്ട്. 2 കൂടുതൽ പേരെ നോക്കുന്നുണ്ട്. ഒന്ന് നിക്കോ വില്യംസ്, ഒന്ന് റോഡ്രിഗോ കൂടുതൽ ക്യാഷ് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു അറൗണ്ട് 15 മില്യൺ പൗണ്ടാണ് ചോദിക്കുന്നത് നെറ്റ്. സോ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സോ ഈ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. ആൻ്റണി ഗോർഡനെ നോക്കുന്നുണ്ട്. സോ ഈ കാര്യത്തിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആൻ്റണി ഗോർഡനെ നോക്കുന്നുണ്ട്. ആൻ്റണി ഗോർഡൻ്റെ പ്രിൻ്റ് ഔട്ടില്ല, സോറി. വേറൊരു പ്ലെയർ വളരെ ചുരുക്കമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ബട്ട്ലർ. ഒരു ചാമ്പ്യൻസ് ലീഗ് അപ്പിയറൻസ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. നല്ല പ്ലെയറാണ്, സ്ട്രൈക്കറാണ്, പ്രിഫേർഡ് പൊസിഷൻ. സോ ഓഫ് കോഴ്സ് നമ്മുടെ സ്ക്വാഡിൽ കാണും. സോ ഡെഫിനറ്റ്ലി കീപ്പ്. ഇനി ലോണിൽ പോയ കുറേ ടീംസ് തിരിച്ച് വിളിക്കണോ വിളിക്കണ്ടായോ എന്നുള്ളൊരു സാധനം. അതിലൊന്ന് നമ്മുടെ ഫാബിയോ വിയറ, ഒരു മാറ്റവും ഇല്ല. ലൊക്കോങ്കോ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീസണും കൂടെ ലോണിൽ ഇരിക്കട്ടെ. ഈ ലോൺ പോകുന്ന വളരെ നല്ലൊരു കാര്യമാണ്. സലീബ അങ്ങനെയാണല്ലോ, നമുക്ക് മാർസെയിലിന് ലോണിന് പോയിട്ടാണല്ലോ സലീബ വളരെ നല്ലൊരു പ്ലെയറായിട്ട് നമുക്ക് തിരിച്ചു പിന്നെ വന്നത്. സോ ഒരു സീസണും കൂടെ ലോൺ പോട്ടെ. നല്ല പ്ലെയറാണ്, തിരിച്ചു വിളിക്കേണ്ട. ലോണ് ഇത് സെല്ലല്ല, ലോണാണ്. ലോണിന് പോട്ടെ ഒരു സീസണും കൂടെ. ടവാറസിനെ തിരിച്ചു വിളിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. വളരെ നല്ലൊരു പ്ലെയറാണ്. ടവാറസിനെ തിരിച്ചു വിളിക്കണം. വേറെ പൊസിഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. മിഡ്ഫീൽഡിലും വിങ്ങറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ടവാറസിനെ തിരിച്ചു വിളിക്കണം. നെൽസൺ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടുവാണെങ്കിൽ ഓഫ് കോഴ്സ് സെൽ ഇറ്റ്. മാർക്കീനിയോസ് എൻ്റെ അഭിപ്രായത്തിൽ അണ്ടർ റേറ്റഡ് പ്ലെയറാണ്, തിരിച്ചു വിളിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒരു ഗോൾ കീപ്പർ ലോണിനുണ്ട്, ഹൈൻ. എന്തായാലും നെറ്റോയെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും. സോ തിരിച്ചു വിളിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ കീപ്പ് സെൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് കീപ്പ് വെച്ചിട്ട് നമ്മുടെ സ്ക്വാഡ് ഡെപ്ത്, കീപ്പ് മാത്രമല്ല ഇൻകമ്മിങ് ട്രാൻസ്ഫേഴ്സും വെച്ചിട്ട് നമ്മുടെ സ്ക്വാഡ് ഡെപ്ത് നോക്കാം. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.